വീടിന് 4 ചുറ്റും ഷീറ്റെല്ലാം ഇട്ട് വെച്ചാൽ ഇതുപോലെ മല്ലിയും മുളകൊക്കെ ഉണക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ രാവിലെ തന്നെ മുളക് ഉണക്കുന്ന പാടുപെടലാണ്. അച്ഛനാണ് ഇതിൻ്റെയൊക്കെ പരിപാടി. അച്ഛനില്ലാത്തത് കൊണ്ട് അമ്മയാണ് മുളകെല്ലാം ഉണക്കുന്നത്. അപ്പോൾ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, റൂഫ് ഇട്ടിട്ടുണ്ട്, സൈഡിലെല്ലാം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഇത്രയും മാത്രമേ ഷീറ്റ് ഇടാതെ സ്ഥലമുള്ളൂ. അതുകൊണ്ട് മുളക് ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എപ്പോൾ വാങ്ങിയാലും ഉണക്കാനായിട്ട് നല്ലതായിട്ട് പാടുപെടും. നമ്മുടെ അവിടെ 4 സൈഡും ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും റോഡിൽ പുറത്തേക്ക് വണ്ടികൾ വരാത്തത് കൊണ്ട് നമുക്ക് പുറത്തോട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇടാനും പറ്റത്തില്ല. വണ്ടികളും കാര്യങ്ങളൊക്കെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് ഉണക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ മല്ലിയും മുളകും ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഉണക്കാനായിട്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ടും. ഇങ്ങനെ കുറച്ച് സമയം വെയിലത്ത്, കുറച്ച് സമയം ഫാനിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ മുളകുണക്കുന്ന പാടുപെടൽ കണ്ട് ആസ്വദിക്കുന്നല്ലേ ഞാൻ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അധികം ലെങ്ത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് പ്ലസ് അവരുടെ തന്നെ ഒരു സ്കിൻ ഗ്ലോയിങ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സിറ്റിംഗാണ് ഇന്ന്. ഫസ്റ്റ് സിറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് അന്ന് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫേഷ്യൽ ഹെയർ റിമൂവൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിന്നിലുള്ള ഈ ബ്ലാക്ക് മാർക്സ് കാണിക്കാനും ഒപ്പം ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് പോയത്. അപ്പോൾ എൻ്റെ മുഖത്തുള്ള ഈ ബ്ലാക്ക് സ്പോട്ട്സ് എന്ന് പറയുന്നത് ഫ്രിക്കിൾസ് ആണ്. അത് വെയിലൊക്കെ നല്ല രീതിയിൽ കൊള്ളുമ്പോൾ വരുന്നതാണ്. അത് നമുക്ക് ഒന്ന് ചെയ്ത് മാറ്റാൻ പറ്റില്ല. ലേസർ ചെയ്ത് വേണമെങ്കിൽ മാറ്റാം, അല്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് അവരൊരു ഓയിൽമെൻറ്റും പ്ലസ് സൺസ്ക്രീനും ആണ് തന്നത്. സൺസ്ക്രീൻ ഞാൻ അല്ലെങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ ഇവർ തന്ന ആ ഒരു ഓയിൽമെൻറ്റും സൺസ്ക്രീനും യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് അത് യൂസ് ചെയ്യൂ. നമുക്ക് ഈ ഫ്രിക്കിൾസിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റത്തില്ല, ഒന്ന് കുറയ്ക്കാം. അതിനി വരാതിരിക്കാനും ശ്രദ്ധിക്കാം. വെയിലൊന്നും കൊള്ളാണ്ട് ഇങ്ങനെ ഓയിൽമെൻറ്റൊക്കെ ഇട്ടാൽ നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് സെഷൻ എടുത്തായിരുന്നു. സത്യമായിട്ടും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് താടിയിലൊക്കെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നല്ല കട്ടി രോമം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് കറക്റ്റ് 1 മന്ത് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ആ താടിയിലൊക്കെ ഉണ്ടായിരുന്ന ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ തിക്നെസ് കുറഞ്ഞു. അതുപോലെ തന്നെ ഫേസിൽ അത്രയും ഹെവി ആയിട്ടില്ല, ചെറിയൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഗ്രോത്ത് കുറയുകയും ചെയ്തു. അതിൻ്റെ തിക്നെസ്സും എല്ലാം കുറഞ്ഞിട്ട് ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ട് ഇത്രയും വ്യത്യാസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഹെയർ റിമൂവൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വാക്സിങ് റേസർ കൊണ്ട് ഒക്കെ ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു ഒട്ടും കംഫർട്ടായിട്ടുള്ള വേ അല്ല. വാക്സ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാറുണ്ട്. റേസർ വെച്ച് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം വാക്സ് ചെയ്തിട്ടുണ്ട്. അനിയത്തിയുടെ കല്യാണത്തിന് ഇങ്ങനെ റേസർ വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യുമ്പോൾ മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ട്. പക്ഷെ എനിക്ക് അതൊട്ടും കംഫർട്ടായിട്ടുള്ള പരിപാടികളല്ലാത്തത് കൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറേ ഇല്ല. 1-2 പ്രാവശ്യം മാത്രം ചെയ്ത് പരീക്ഷിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് ചെയ്യാനും പോയില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് സെഷൻ എടുത്തതും നല്ല റിസൾട്ട് കിട്ടിയതും കേട്ടോ. ഞാൻ ഇത്രയും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടർ തരുന്ന ആ ഒരു ഓയിൽമെൻറ്റൊക്കെ എനിക്ക് ഇട്ടിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ എന്തായാലും ഫേസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, തൽക്കാലം നമുക്ക് ഈ ഒരു ഓയിൽമെൻ്റ് എല്ലാം ഇട്ട് ഒന്ന് സ്കിന്നിനെ ഓക്കെ ആക്കിയ ശേഷം നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ വേറൊരു ക്ലിനിക്കിൽ പോയിരുന്നെങ്കിൽ അവർ പൈസ തട്ടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ അതും ചെയ്യാം ഇതും ചെയ്യാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഫേസിന് നമ്മൾ ലേസർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മീതെ ഇനി അതുകൂടി ചെയ്ത് ഫേസിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലായിരിക്കും. ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ല കേട്ടോ എൻ്റെ ഈ ഫ്രെക്കിൾസിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞത്, വേറെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഓയിൽമെൻറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അതിന് നല്ല വ്യത്യാസമുണ്ട്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, യൂസ് ചെയ്തോളൂ. ഇത് നൈറ്റ് മാത്രം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞു ഓയിൽമെൻറ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്. പ്ലസ് ഒരു സൺസ്ക്രീനും തന്നിട്ടുണ്ട്. ക്യൂർ സ്കിന്നിൻ്റെ സൺസ്ക്രീനും ഉണ്ടല്ലോ. അപ്പോൾ അത് SPF
SPF കുറവാണ് ക്യൂസ്കിന്നിൻ്റെ. ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള സൺസ്ക്രീനാണ് തരുന്നത്. SPF കൂടുന്നതനുസരിച്ച് അതിൻ്റെ കാശും കൂടും കേട്ടോ. അപ്പം നമുക്ക് തൽക്കാലം ആവശ്യത്തിനൊക്കെ ക്യൂസ്കിൻ പ്രോഡക്ട്സ് നല്ലതാണ്. ഡോക്ടർ പറഞ്ഞു ഉപയോഗിച്ചോളാൻ, അവരുടെ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ. നല്ല പ്രോഡക്റ്റാണ് ക്യൂസ്കിൻ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഒപ്പം തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഹെയർ റിമൂവ് ലേസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്. ഞാൻ അനുഭവിച്ചറിഞ്ഞ് പറയുന്ന കാര്യമാണ്. അയ്യോ, ഇതെവിടെയാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല അല്ലേ. ഇത് ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലം സ്പോട്ട്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലിനിക്കാണ്. ഞാൻ അവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഇട്ടേക്കാം കേട്ടോ. എനിക്ക് നല്ലതാണ്. ഒരു സെഷൻ 2500 ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ 6 സെഷൻ എന്നോട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രോത്ത് അതിനിടയ്ക്ക് നല്ലതായിട്ട് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് വന്നാൽ മതി. ഇല്ലെങ്കിൽ എന്തായാലും ഒരു 3 മാസം കറക്റ്റ് 1 മന്തിൽ വരേണ്ടി വരും. ഗ്രോത്ത് വരുന്നതനുസരിച്ച് അടുത്ത 6 സെക്ഷനും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഹെവി ഡോഗ് ഹെയർ ഒന്നും ഇല്ലായിരുന്നു. ഈ താടിയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്തൊരു സെഷൻ കൊണ്ട് എനിക്ക് ഈ കറക്റ്റ് ഒരു മന്തിൽ വരേണ്ടി വരുള്ളൂ. പിന്നെ ഒരു 40 days ഒക്കെ കഴിഞ്ഞിട്ട് വന്നാലും മതിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ സ്പോട്ട്ലെസ്സിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കാം. നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ലേസർ ചെയ്തിട്ടും ഫ്രിക്കിൾസ് മാറാനുള്ളതും ഒക്കെ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോയപ്പോൾ അച്ഛൻ പറഞ്ഞു വേദയ്ക്ക് പിസ്സ വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തു. പണ്ട് ഈ ഡോമിനോസും പിസ്സ ഹട്ടും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ നാപ്പിൾസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്നത്. അന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിസ്സ ഡോമിനോസിൻ്റെ ആയിരുന്നു. എനിക്ക് പിസ്സ ഹട്ടിനെക്കാട്ടും ഡോമിനോസാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഡോമിനോസ് എന്ന് പറയുന്നത് സംഭവം പറ്റില്ല കേട്ടോ. വെറും മാവ് മാത്രമുണ്ട്, അതിലൊന്നുമില്ല. നാപ്പിൾസൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാപ്പിൾസൊക്കെ നോക്കിയപ്പോൾ ഡെലിവറി എന്തോ ഇങ്ങോട്ടേക്ക് ഇല്ല, അവൈലബിൾ കാണിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെ ഡോമിനോസിൽ നിന്ന് തന്നെ വാങ്ങാൻ കരുതി. അപ്പോൾ അതിൽ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ അവരുടെ ആപ്പിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ബിഗ് പിസ്സയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പിസ്സ എപ്പോഴും വാങ്ങുമ്പോൾ വെജ് പിസ്സയാണ് വാങ്ങുന്നത്. എന്താണെന്ന് അറിയില്ല, നോൺ വെജ് പിസ്സയെക്കാട്ടി വെജ് പിസ്സയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അത് അച്ഛനായാലും അമ്മയ്ക്കായാലും എനിക്കായാലും ചീമയ്ക്കായാലും പേരയ്ക്കായാലും അത് വെജ് പിസ്സയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വെജാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ 6 ഫ്ലേവേർഡ് പിസ്സയാണ്. 6 വെറൈറ്റി പിസ്സയാണ്. ഓരോ പിസ്സയ്ക്കും 4 പീസസ് ഉണ്ടാവും. അപ്പം നോക്കിയപ്പോൾ നമുക്ക് 4 പേർക്കും എല്ലാത്തിൽ നിന്നും കഴിക്കാനായിട്ട് കറക്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു ബിഗ് സൈസ് പിസ്സ വാങ്ങി. സത്യമായിട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ മാവ് മാത്രമുണ്ട്, അതിലെ ടോപ്പിങ്സൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡോമിനോസിൽ നിന്ന് വാങ്ങുമ്പോൾ പ്ലെയിൻ പിസ്സ വാങ്ങിയിട്ട് അതിൽ ഞാൻ ടോപ്പിങ്സ് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ തേപ്പായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, കഴിച്ചു. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല, എല്ലാവരും പിസ്സയാണെന്ന് കഴിച്ചത്. അമ്മയ്ക്ക് അതുകൊണ്ട് ദേഷ്യം. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം അങ്ങനെ പിസ്സ വാങ്ങിയാൽ പോരെ, ഇപ്പോൾ എന്തിനാ വാങ്ങിയതൊക്കെ ചോദിച്ചു ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അച്ഛനും കഴിച്ചില്ല, നമ്മൾ ആരും ചോറൊന്നും കഴിച്ചില്ല, പിസ്സ കഴിച്ച് വയറ് നിറഞ്ഞു. എന്നിട്ട് വേദയ്ക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഏട്ടൻ കാറും കൊണ്ടുവന്നു. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വേദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് ക്ലാസ് എല്ലാം ഉണ്ടാവും. കഴിഞ്ഞ സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സാറിന് ഇടയ്ക്കും പുറക്കൊക്കെ വയ്ക്കും, മിക്കവാറുമൊക്കെ ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ വേദ ബ്രേക്ക് പിടിച്ചപ്പോൾ ഇങ്ങ് വന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അതുപോലെ എൻ്റെ കൈയൊക്കെ ഫുൾ ഡാമേജ് ആയിരിക്കുകയാണ്. രാവിലെ ഗേറ്റ് പിടിച്ചടച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇത് വന്നു. അത് കഴിഞ്ഞ് ഇന്നലെ എന്തോ കുക്ക് ചെയ്തപ്പോൾ പാത്രത്തിൽ കയറിക്കൊണ്ട് അവിടെയും പൊള്ളി കേട്ടോ. അങ്ങനെ എനിക്കാകെ സമയദോഷമാണെന്ന് തോന്നുന്നു. അങ്ങനെ വേദയെ ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വേദയ്ക്ക് ഡാൻസ് ക്ലാസ്. എവിടെയെല്ലാം പോയി നമ്മൾ വീഡിയോസ് എടുത്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന വീഡിയോ എടുത്തില്ലല്ലേ. എന്തായാലും അമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. പുറത്തുള്ള ഈ വക കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ആ വീഡിയോ നമുക്ക് എടുക്കാം. ഇത് അവിടെയൊക്കെ ഇനി കച്ചവടം നടത്താനായിട്ടുള്ള ആൾക്കാർ സംഭവങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വൈകുന്നേരം ഇനിയിപ്പോൾ തിരക്ക് കൂടുമ്പോൾ ഇതുപോലുള്ള സ്നാക്സും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കാറും എടുത്ത് നേരെ QRS, ഐഡിയൽ, ഹമൈജി, നന്ദിലത്തിൽ, ജിമാർട്ട് അങ്ങനെയൊക്കെ കയറി ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു AC വാങ്ങണമെന്നുണ്ട്. അങ്ങനെ AC അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ.
അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം ഞാൻ വാങ്ങാൻ ഇറങ്ങിയാൽ 100 കടകളിൽ കയറി ഇറങ്ങും. അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അവിടെ ചെന്നൊക്കെ ചോദിച്ചിട്ട് പല സ്ഥലങ്ങളിലും പല വിലയാണ്. പിന്നെ വീണ്ടും ഒന്നുകൂടെ കറങ്ങി വരാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയില്ല, നേരെ വീട്ടിലേക്ക് വന്നു. ഇനി നാളെ ഒന്നുകൂടെ ഒരു കറക്കമെല്ലാം കറങ്ങിയ ശേഷം എന്തായാലും നാളെ വാങ്ങും. ചൂടൊട്ടും സഹിക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ സോളാറൊക്കെ വെച്ചിട്ടില്ലേ, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്ന് പറഞ്ഞിട്ട് വലിയ സമാധാനമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ 3 കിലോ വാട്ടിൻ്റെ അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ യൂസേജ് നമുക്കുള്ളത് കൊണ്ട് ഇപ്പം അത്യാവശ്യം ബില്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ 1000 ഒന്നും വരുന്നില്ല, 300 രൂപയ്ക്കകത്തൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഈ ചൂടത്ത് അത്രയൊക്കെയല്ലേ ബില്ല് വരുന്നുള്ളൂ. പക്ഷേ മന്ത്ലിയാണ് വരുന്നത്. 2 മാസം ആകുമ്പോൾ 600 രൂപയൊക്കെ ബില്ല് വരുന്നുണ്ട്. എങ്കിലും ഇത്രയും നമ്മൾ യൂസേജ് ഉണ്ട് എന്നിട്ടാണ് അത്രയും വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഹോളിലൂടെ ഒരു AC വാങ്ങി വെക്കണം. അങ്ങനെ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് കയറി ഇറങ്ങിയ ശേഷം നേരെ വീട്ടിലേക്ക് പോയി. ഇനി നാളെയാണ് AC ഹണ്ടിങ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്പോട്ട്ലെസ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം. എനിക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് പോവുകയാണെങ്കിൽ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണെന്നോട് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അവരറിയട്ടെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.